ഈ പാളപ്ലേറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഈ വലിയ ഡൈ ഹീറ്റബിൾ ഞാൻ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബേസ് പ്ലേറ്റ് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ് ജിംബോയി. ഈ പാള പ്ലേറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഡൈ 80 ഹീറ്റിൽ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നോക്ക്. ടെമ്പറേച്ചർ ഇത് ഹീറ്റ് ആവുന്നതായിരിക്കും ഉടനെ മെഷീൻ. ഈ ടെമ്പറേച്ചർ ഹീറ്റായ ഉടനെ നമ്മുടെ പാള പ്ലേറ്റ് നിർമ്മാണം ഈ കിം മെഷീനെ ആരംഭിക്കുന്നതായിരിക്കും. ഇതാണ് പാള. ഇവനെ വച്ചാണ് നമുക്ക് പാള പ്ലേറ്റ് ഉണ്ടാക്കുന്നത്, കിം പാള പ്ലേറ്റ്. ഇത് കണ്ട സാധനം ഇത് നമുക്ക് കുറച്ച് മേലോട്ട് ഉയർത്തുക. നീ ഇവനെ അകത്തോട്ട് വയ്ക്കണം, കറക്റ്റ് ലെവൽ വയ്ക്കണം. ദാ വച്ച് കഴിഞ്ഞു, കറക്റ്റ് ലെവലിലായി. ഇനി ഇത് താഴോട്ട് താക്കണം. ഓക്കെ, താക്കാൻ പോയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായിരിക്കാണ്. ഇത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ വെളിയെടുക്കുകയാണ്. കാണാം, ചൂടായിട്ട് ഈ വെള്ളം മുഴുവനും ഈ പാളയിലുള്ളത് പറ്റിയാണ്. നോക്കാൻ പറയാം, നല്ല ചൂടാ. ഒന്ന് കൈയൊക്കെ ഇങ്ങനെ വെച്ചാൽ വെണ്ണീറായി പോകും. മേലോട്ട് പൊക്കാൻ പോയാണ്. പക്ഷെ ഇത് മഴക്കാലം ആയതുകൊണ്ട് ഇത് അധികം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കൂടുതലും പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയം നനവുള്ളതാണ്. നല്ല രീതിയിൽ നല്ല ലെവലിൽ കിട്ടാൻ നോക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ഇത് പൊക്കാൻ പോയാണ്. ഇവനെ കണ്ട കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലത് തന്നെ. കുറച്ച് പൊള്ളി ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇത് കൊള്ളാല്ലേ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്ക്, സൂപ്പറായിട്ടുണ്ടാ. ഇഞ്ച് വലിപ്പമുള്ള പാള പ്ലേറ്റാ. ഇതിന് ചെറുതുണ്ടാക്കാം. 8 ഇഞ്ചിന്റെയും 6 ഇഞ്ചിന്റെയും വരെ പാള പ്ലേറ്റുകൾ റെഡിയാണ്. അതിലൊരുത്തനാണ് ഇവൻ. ഇത് 12 ഇഞ്ചിന്റെ, ഇതിപ്പോ ഉണ്ടാക്കിയ 12 ഇഞ്ചിന്റെ, ഇത് 8 ഇഞ്ചിന്റെ പാള പ്ലേറ്റ് ആണ്. ഇത് നല്ല ഡ്രൈ ആയിട്ട് നല്ലതായിട്ട് ഇരുന്നപ്പം ഉണ്ടാക്കിയാണ്. ഇത് ഇത്തിരി നനവുള്ളതുകൊണ്ട് ഇത്തിരി പൊള്ളിപ്പോയതേ ഉള്ളു. അത് നല്ലതായിട്ട് ഇത് ഒന്നുകൂടെ ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. കിം മെഷീൻ. അങ്ങനെ ഒന്നുകൂടെ താക്കിയാണ് ഞാൻ. കുഴപ്പമില്ല.